അങ്ങനെയൊന്നും പറയാൻ പോകണ്ട. പോകാതെ ഞങ്ങൾ നോക്കിയാൽ നിങ്ങൾ അവിടെ അടുപ്പിക്കുകയില്ല. ആ ഫോട്ടോ നിങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടു, ഫോട്ടോ എടുത്തു, അത് അവിടെ കിടപ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടു ബോധ്യപ്പെട്ട സാധനം അത് പോകില്ല എന്ന് നിങ്ങളുടെ ഉറപ്പിലാണ് MLA ഇവിടുന്ന് പോയത്. DFO ആണ് പറഞ്ഞത് ആ കടുവ മുകളിലോട്ടും പോകില്ല, താഴോട്ടും പോകില്ല, ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന്. ആ ഉറപ്പ് കേട്ടിട്ടാണ് MLA ഇവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പോകുന്നത്. ആ കടുവ എവിടെയാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ കടുവ എവിടെയാ? ആ കടുവ എവിടെയാ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ കടുവ കണ്ടു. ഇവിടെ കടുവില്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കടുവയെ കണ്ടു. അതിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഈ ഒരു ലൊക്കേഷന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ചെയ്യുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ രണ്ടറ്റവും ബ്ലോക്ക് ചെയ്തിട്ട് അതിനെ ഫ്ലഷ് ചെയ്ത് പുറത്ത്. ഇതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. നമ്മൾ അവിടെ നിന്ന് രണ്ട് സൈഡ് ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് പടക്കം പൊട്ടി. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവില്ല, മൂവ്മെന്റിന് വേണ്ടിയാണ് ചെയ്തത്. കടുവയാണ്, അതിന്റെ ഇടയിൽ കൂടി സ്ലിപ്പായി പോയിട്ടുണ്ടാവും. അതേപ്പോ അയ്യോ അത് വലിയ സംഭവമായി പോയി സാറേ. അങ്ങനെയൊന്നും പറയാൻ പോകണ്ട. ഞങ്ങള് ബ്ലോക്ക് ചെയ്തു, അതെവിടേക്കും പുറത്തേക്ക് പോകൂല. പിന്നെ ആ വല കണ്ടപ്പോ പറഞ്ഞു, എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ലിസേച്ചി ആ വലയ്ക്കകത്തുനിന്ന് കടുവ രക്ഷപ്പെട്ടു പോകും. സാമാന്യ ബുദ്ധിയുള്ള ആളുകളാ സാറേ അവിടുന്ന് താഴെ കെട്ടിയ വല ആളുകൾ ഫോൺ വിളിച്ച് പറഞ്ഞു ആ വല നമ്മളെ പറ്റിക്കാൻ കിട്ടിയതാണ്. എന്നിട്ട് ഞങ്ങൾ അവരെ അടക്കി. താഴെ നാരെ വിളിക്കുന്നുണ്ടല്ലോ. എന്താ എനക്കുണ്ടായാലും സാധനത്തിനെ പിടിച്ച് കാണിച്ചിട്ട് പോയാൽ മതി. അല്ല ഇതിനൊരു തീരുമാനം വേണ്ട, ആരും ഇവിടുന്ന് പോകൂല. അതിപ്പോ എന്നാന്ന് പറഞ്ഞാൽ ഒരാൾ അതെന്താന്ന് പറഞ്ഞു. ഇവർക്ക് ആലോചിച്ച് അത് ചെയ്യാൻ നമ്മൾ അപ്പുറത്തോട്ട് മാറി ഇവിടുന്ന് കടുവ പിടിച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾ ഇവരിവിടെ നിൽക്കുവേ, ഇവരിവിടെ നിൽക്കും. ഓക്കെ നിങ്ങൾ പാടാ, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ മതിയെന്നേ. ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ മതി, നിങ്ങൾ മാറി നിന്നോ. അവർ തീരുമാനിക്കട്ടെ, അവരാലോചിക്കട്ടെ, അവരാലോചിച്ച് തീരുമാനം എടുക്കട്ടെ. ഇവിടുത്തെ നിങ്ങൾ പൊക്കോ, നിങ്ങൾ